നമുക്ക് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിന് വേണ്ട എന്തിനാണെന്നറിയോ? നമ്മുടെ സഹോദരനെ സ്നേഹിക്കാനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിനുവേണ്ടി ഫാസ്റ്റിംഗ് എടുത്ത ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോഴും കരയുന്ന ഒരാളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് കിട്ടിയാൽ ദാറ്റ് മീൻസ്, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളിൽ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എവിഡൻസ് ദാറ്റ് ഗോഡ് ഇസ് ഇൻ അവർ മിഡ്സ്റ്റ്. നമ്മുടെ സഭയിൽ ദൈവമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എവിഡൻസ് is that we can love our brothers and our sisters. അത് ഇനിയിപ്പോൾ അത് പറയുമ്പോഴത്തേക്കും നമ്മുടെ സോളിനൊരു പവറുണ്ട്, നമ്മുടെ ഒരു ശക്തിയുണ്ട് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വൈബും നമ്മുടെ നമ്മുടെ സ്റ്റൈലും നമ്മുടെ ഹാബിറ്റൊക്കെ ഉള്ളവരായിട്ട് നമുക്ക് കുറേ ചർച്ചിൽ അങ്ങനത്തെ കുറേ ബന്ധങ്ങളുണ്ട്. അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് പൊട്ടും. പിന്നെ ഒരാൾ ഒറ്റ കോണ്ടറിലും മറ്റേ ആൾ മറ്റേ കോണ്ടറിലും പോകും. കാരണം എന്താ, ആ നമ്മുടെ സോളിൻ്റെ കപ്പാസിറ്റി വെച്ച് നമുക്ക് ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, അത് ട്രൈ ചെയ്തിട്ട് തോറ്റ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത്. ബൈബിളിൽ എഴുതിക്കുക 1 യോഹന്നാനാണെന്ന് തോന്നുന്നു 5-ാം അധ്യായത്തിൽ ഇങ്ങനെ, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, സ്നേഹം ദൈവത്തിൽ നിന്ന് വരണം. എപ്പോഴും പ്രയറിൽ സ്നേഹം ചോദിക്കണം ദൈവത്തോട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അവരോട് പറയായിരുന്നു, സാധു സുന്ദർ സിംഗ് ഒക്കെ ഒരു വീട്ടിൻ്റെ അകത്തേക്ക് കയറി വന്ന് കോളിംഗ് ബെല്ല് അടിച്ചപ്പോഴത്തേക്കും കുഞ്ഞു വന്ന് തുറന്നിട്ട് അമ്മയെടുത്ത് ഓടിച്ചെന്നിട്ട് പറയും, യേശോപ്പച്ചൻ വന്നേക്കുന്നെന്ന്. പുള്ളിയുടെ താടിയിൽ ലുക്കൊന്നും കണ്ടിട്ടല്ല കൊച്ചത് പറഞ്ഞേ. പുള്ളി അവിടെ ചെന്നപ്പോൾ തന്നെ യേശു വന്നെന്ന് അവർക്ക് ഫീൽ ചെയ്തു. കാരണം യേശുവിൽ എപ്പോഴും വ്യാപരിച്ചത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മളെ കണ്ട് നമ്മുടെ മിനിസ്ട്രിയോ നമ്മുടെ പ്രസംഗമോ ഒന്നും കണ്ടൊന്നുമല്ല ആരും കർത്താവ്. ഇറ്റ്സ് ദ ലവ് ഓഫ് ഗോഡ് ദാറ്റ് ട്രാൻസ്ഫോംസ് പീപ്പിൾ.